Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലസ് വൺ ഫിസിക്സിലെ ആ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. So, dimensions എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക്? ഇപ്പോൾ dimensions of physical quantities. All physical quantities can be derived from the base quantity. Base quantity നിന്നാണ് എല്ലാ physical quantities നമ്മൾ derive ചെയ്തിരിക്കുന്നത്, അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട്. Base quantity ഉണ്ട്, derived quantities ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ physical quantities base quantity നിന്ന് derive ചെയ്തിരിക്കുന്നതാണ്. The power or exponent of the base quantity that enters into the expression of a physical quantity is called dimensions of the quantity in that base. അപ്പോൾ എന്താണ് dimensions എന്ന് പറഞ്ഞാൽ എന്താണ്? The power or exponent of the base quantity. ആ ബേസ് ക്വാണ്ടിറ്റിയുടെ പവർ എന്താണോ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് കോൾഡ് ഡയമെൻഷൻസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഇൻ ദാറ്റ് ബേസ്. ആ ബേസിലുള്ള ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസ് ക്വാണ്ടിറ്റിയുടെ പവറിനെ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ എൻറ്റേഴ്സ് ഇൻടു ദ ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് അതിനെ ഡയമെൻഷൻസ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഫോഴ്സിന് ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്, അല്ലേ? സോ മാസ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ എനിക്ക് എന്താ പറയാം? ലെങ്ത് ബാർ ടൈം ഡിവൈഡഡ് ബൈ ടൈം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മാസ് ഈസ് ഈക്വൽ അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ലെങ്ത് ഇൻടു ടൈം പവർ -2 വരും. കാരണം ഈ ടൈം നമുക്ക് ഡിവിഷനിലാണ്, ഈ ടൈം നമുക്ക് ഡിവിഷനിലാണ്. സോ ടൈം പവർ -2 എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലേ? സോ അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് എന്ത് പറയാം? ml t പവർ -2. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എനിക്ക് 1 ആണ്, ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്, ടൈം ഈസ് -2 ആണ്. സോ ml t പവർ -2 ആണ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് 1 മാസ്, 1 in length and -2 in time. ഇതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എനർജിയുടെ ഡയമെൻഷൻ നോക്കൂ. ml സ്ക്വയർ t പവർ -2 ആണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 1 ഉം ലെങ്ത് എന്ന് പറയുന്നത് 2 ഉം t എന്ന് പറയുന്നത് ടൈം -2 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഈ മാസ്, ലെങ്ത്, ടൈം ഈ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഡയമെൻഷണൽ ഇക്വേഷൻസ്. The expression which shows how and which of the base quantities represent the dimensions of a physical quantity is called dimensional formula of the given physical quantity. അപ്പോൾ dimensional formula എന്ന് പറഞ്ഞാൽ എന്താണ്? The expression which show ഒരു നമുക്ക് എക്സ്പ്രഷൻ കാണിച്ചു തരികയാണ്. എന്ത്? How and which of the base quantities represent the dimensions of a physical quantity. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊക്കെയാണ് ബേസ് ക്വാണ്ടിറ്റികൾ വരുന്നത്, അതാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബേസ് ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം ആണ്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ബേസ് ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കി തൊട്ട് പ്രീവിയസ് സ്ലൈഡിൽ ml t പവർ -2 ഫോഴ്സിന്റെ നോക്കി, അല്ലേ? അപ്പോൾ അതിൽ മാസ്, ലെങ്ത്, ടൈം ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് അതിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഫോർമുലനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, an equation obtained by equating a physical quantity with its dimensional formula is called dimensional equation of the physical quantity. അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷൻ നമുക്ക് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഇക്വേറ്റ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് എങ്ങനെയാണുള്ളത്? അതിന്റെ ഒരു ഡയമെൻഷണൽ ഫോർമുലയോട് കൂടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുവെങ്കിൽ അതിനെ നമുക്കൊരു ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഇക്വേറ്റ് ചെയ്യുകയും അതിന്റെ ഡയമെൻഷനലിനെ കൂടിയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്, അല്ലെ? ആ ഒരു ഇക്വേഷനെയാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദ ഡയമെൻഷണൽ ഇക്വേഷൻസ് ആർ ദ ഇക്വേഷൻസ് which represent the dimensions of a physical quantity in terms of base quantity. അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ഇൻ ടേംസ് ഓഫ് ബേസ് ക്വാണ്ടിറ്റി. ആ ഒരു ബേസ് ക്വാണ്ടിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ടേംസിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചില ക്വാണ്ടിറ്റീസിൽ നമുക്ക് ഡയമെൻഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്യുവർ നമ്പേഴ്സ് നമുക്ക് പറയാം 14, 16 ഒക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയില്ല, അതിന് നമുക്ക് നമ്പേഴ്സ് ഉണ്ടാവില്ല. റേഷ്യോ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നതിന് ഡയമെൻഷൻസ് ഉണ്ടാവില്ല.
എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് e പവർ മൈനസ് അല്ലെങ്കിൽ 10 പവർ മൈനസ് അങ്ങനെയുള്ളതിന് നമുക്ക് ഡയമെൻഷൻസ് ഇല്ല. ലോഗരിതമിക് ഫംഗ്ഷൻസിനില്ല. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് എന്ന് പറഞ്ഞാൽ സൈൻ കോസ് അതൊക്കെ വരില്ലേ, അതിനൊന്നും നമുക്ക് ഡയമെൻഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ബേസ് ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനാണ് നമുക്ക് വരുന്ന ഡയമെൻഷൻസ്. അതിലും ചിലതിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ പറയുന്ന ഫംഗ്ഷൻസിനൊന്നും നമുക്ക് ഡയമെൻഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. എന്തൊക്കെയാണ് അതിന്റെ അനാലിസിസ് നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് അപ്പ് ഇൻ ഡെഡ്യൂസിങ് സർട്ടൻ റിലേഷൻ എമംഗ് ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ചില റിലേഷൻസ് ഡെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡെറിവേഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അക്യുറസി, ഡയമെൻഷണൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഹോമോജനിറ്റി ഓഫ് വേരിയസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. ഒരു ഡയമെൻഷണൽ കൺസിസ്റ്റൻസി, ഒരു ഇക്വേഷന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. According to the principle of homogeneity, dimensions of each term on both sides of an equation must be same. അപ്പോൾ ഒരു ഹോമോജനിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഒരു ഇക്വേഷൻ, ഒരു ഈക്വലിന്റെ രണ്ട് സൈഡിൽ രണ്ട് എൻഡിലുമുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, dimensions are customarily used as a preliminary test of consistency of the equation. ഒരു ഇക്വേഷന്റെ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രിലിമിനറി ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡയമെൻഷൻസിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, when there is some doubt about correctness of the equation, അപ്പോൾ ആ ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡയമെൻഷൻസ് ഇക്വാലി ആണോ നമ്മൾ നോക്കണം. ഓക്കെ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും RHS ഉം LHS ഉം സെയിം ഡയമെൻഷൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്കതിനെ കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഹോമോജനിറ്റി അല്ലെങ്കിൽ ആ ചെക്കിംഗ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോത്ത് സൈഡിൽ ഉണ്ടാവുന്ന ഇക്വേഷൻസിന്റെ ഡയമെൻഷൻസും സെയിം ആയിരിക്കണം. ഓക്കെ, നോക്കൂ, if an equation fails this consistency test, it is proved wrong. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ടെസ്റ്റ് ഫെയിൽ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഇക്വേഷൻ റോങ് ആണെന്ന് പറയാം. പക്ഷെ അത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം again it is not proved right എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ need not be actual and exact equation. ഓക്കെ, ഡയമെൻഷനലി കറക്റ്റ് ആവുന്നത് എല്ലാം തന്നെ ഒരു എക്സാക്ട് കറക്റ്റ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ഡയമെൻഷനലി റോങ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റോങ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഡയമെൻഷനലി നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതൊരു കറക്റ്റ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇഫ് സപ്പോസ് ഡയമെൻഷനലി റോങ് ആണെങ്കിൽ then it is completely wrong. ക്ലിയർ ആണല്ലോ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഡണിന്റെ ഡയമെൻഷൻസ് എന്താണ്? ml² T⁻⁻2 ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ml T⁻⁻2 ആണ്. ഡിസ്പ്ലേസ്മെന്റ് m0 L T⁻0 ആണ് വരുന്നത്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് വരും? ml × L L² T⁻⁻2 T⁻⁻2. സോ എനിക്ക് രണ്ട് സൈഡും ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ഡയമെൻഷണൽ അല്ലെങ്കിൽ ആ ഒരു ഹോമോജനിറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അടുത്തത് to convert a physical quantity from one to another system of unit. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, Q1 N1 = Q2 N2. ഈ ഒരു കൺസിഡറേഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സിസ്റ്റത്തിന്റെ യൂണിറ്റ്. Q2 എന്ന് പറയുന്നത് സെക്കൻഡ് സിസ്റ്റത്തിന്റെ യൂണിറ്റ്. N1 N2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സിസ്റ്റത്തിന്റെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. സോ N2 = Q1 N1 / Q2 എന്ന് എഴുതാം അല്ലെ. ഇതിൽ നിന്ന് N1 അല്ലെങ്കിൽ N2 = എന്ത് വരും? Q1 N1 / Q2 വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? N2 = N1 × Q1 / Q2. ഓക്കെ, ഇതാണ് നമുക്കൊരു കൺവേർഷൻ ആയിട്ട് വരുന്നത്, ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അടുത്തത് ഡെഡ്യൂസിംഗ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെ നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാം നോക്കാം. We know that the dependency of the physical quantity on the other quantities while using dimensional analysis, relation between them can be derived. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യുമ്പോൾ ഡിപെൻഡൻസി ഉണ്ടാകും അല്ലെ. അങ്ങനെ നമുക്ക് അവർ തമ്മിലൊരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. So the method of dimensions can be sometimes used to deduce the relation among the physical quantities. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ തമ്മിലൊരു റിലേഷൻ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഡയമെൻഷൻസ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, it is very useful to in deducing relation among the interdependent physical quantities. അപ്പോൾ interdependent ആയ physical quantities യുടെ റിലേഷൻസ് ഡെഡ്യൂസ് ചെയ്യുന്നതിനും ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, so the dimensional constants
cannot be obtained by this method. Dimensionless constant നമ്മൾ പറഞ്ഞു ചിലതിന് ഡയമെൻഷൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. The method of dimensions can only test dimensional validity but not the exact relation between the physical quantities in any equation. അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ജസ്റ്റ് ഡയമെൻഷണൽ വാലിഡിറ്റി മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അവർ തമ്മിലുള്ള എക്സാക്ട് റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദ ഡൈമെൻഷൻ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സെയിം ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് നമുക്കത് ഡിഫിക്കൽട്ട് ആണ് ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കിയാൽ എന്താണ്? ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ടു ഡിറൈവ് ദ റിലേഷൻസ് അതർ ദാൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ദാൻ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ നമുക്ക് ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഡിറൈവ്ഡ് ട്രിഗണോമെട്രിക് റിലേഷൻസ്. ഡിറൈവ്ഡ് ട്രിഗണോമെട്രിക് റിലേഷൻസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. കോൺസ്റ്റന്റ് ഇൻ എ റിലേഷൻ, ഒരു റിലേഷനിലെ കോൺസ്റ്റന്റ് വാല്യൂസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഐഡന്റിക്കൽ റിലേഷൻ ഡയമെൻഷൻസ് ഉള്ളത് നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷൻ അനാലിസിസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു MCQ ന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.